മധ്യപ്രദേശ് ജബൽപൂരിലെ ഇസാഫ് ബാങ്ക് കൊള്ളയടിച്ചു. 14.8 കിലോഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയും കൊള്ളയടിച്ചുകൊണ്ട് പോയി. കഴിഞ്ഞ ഓഗസ്റ്റ് 11 ഈ സംഭവം. മധ്യപ്രദേശിലെ ജബൽപൂരിലെ ഇസാഫ് ബാങ്കിലാണ്. അത് 4 പേര് 5 പേര് ഉണ്ട് എന്ന് പറയുന്നു. എങ്കിലും ബാങ്കിനുള്ളിൽ 3 പേര് കയറി. 3 പേരും ഹെൽമറ്റ് വെച്ച് മുഖവും മറച്ചിട്ട് ബാങ്കിനുള്ളിൽ കയറി. അവര് നാടൻ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി. 4 ജീവനക്കാരെ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടി. ബാങ്കിൽ നിന്ന് 14.8 കിലോഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയും കൊണ്ടുപോയി. വെളിയിൽ 2 പേര് ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്ത് ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവര് നാടൻ തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി. ഇത്രയും സ്വർണവും 5 ലക്ഷം രൂപയായി. വെളിയിൽ നിന്ന് ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്ന ബൈക്ക് കയറി. 2 ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നു. അതിൽ 3 പേര് കയറി. 5 പേരും അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവര് ഹൈവേ റൈഡ് കൂടെ ഒന്നും പോയില്ല. ചെറിയ ചെറിയ റോഡുകൾ കൂടെ പോയി. കുറെ ചെന്നപ്പോൾ CCTV ദൃശ്യത്തിൽ 2 ഗ്രൂപ്പായി അവർ പോയി. 2 ബൈക്ക് 2 ഭാഗത്തേക്ക് പോയി. ഏകദേശം 15 കിലോയോളം സ്വർണം ഉണ്ടല്ലോ, 5 ലക്ഷം രൂപയുമുണ്ട്. ഓഗസ്റ്റ് 11 ഈ സംഭവം ഉണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസം പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രമേശ് സിംഗ് ലോധി എന്നാണ് ക്രിമിനലാണ് അവരുടെ ലീഡർ. ഹേം രാജ എന്നൊരാള്, സോന വർമ്മ എന്നൊരാള്, വികാസ് ചക്രവർത്തി 4-മൻ, 5-മൻ ആരാണെന്ന് അറിയില്ല. എങ്കിലും മോഷണ സ്വർണം ഇതുവരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ബൈക്കുകൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇവരിൽ 4 പേരിൽ 3 പേര് ജബൽപൂർ ജയിലിൽ ഒന്നിച്ച് കിടന്നവരാണ്. 4 പേരും അവിടെ തന്നെ കിടന്നവരെങ്കിലും പല സന്ദർഭത്തിൽ അവര് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ജാമ്യത്തിൽ പോയി. അതേസമയത്ത് രമേശ് സിംഗ് ലോധിയും മറ്റു 3 പേരും ജയിലിൽ വെച്ച് ഗൂഢാലോചന നടത്തി. അങ്ങനെയാണ് ഇൻസാഫ് ബാങ്കിൽ ജബൽപൂരിൽ പോയി കൊള്ളയടിക്കണമെന്നൊരു തീരുമാനം അവരെടുത്തത്. അവർ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്ത് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും അവരൊത്തൊരുമിച്ച് കൂടി നാടൻ തോക്കുകൾ സംഘടിപ്പിച്ചു. അത് ഈ രമേശ് സിംഗ് ലോധിയുടെ ബുദ്ധിയാണ്. അയാളാണ് നേരത്തെ മോഷണ കേസിലും അതേസമയത്ത് ലഹരി കേസിലും ഒക്കെ ആയിട്ട് ജയിലിൽ സ്ഥിരം കിടക്കുന്ന ആളാണ്. അയാളുടെ ഒപ്പം 3 പേരുണ്ടായി ജയിലിൽ കിടന്നതും അവരും ലഹരി മരുന്ന് കേസിലും മോഷണ കേസിലും പ്രതിയാണ്. പക്ഷെ ലീഡർ ലോധി തന്നെ. ഏതായാലും പോലീസ് ഇവരെ കണ്ടെത്തി പിടിച്ചു. 5 പേര് 4 പേര് ജബൽപൂർ പോലീസിന്റെ കസ്റ്റഡിയിലായി. കുറ്റമൊക്കെ സമ്മതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചെയ്ത്. പക്ഷെ സ്വർണം കൊടുക്കൂല, ഇതുവരെ കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തത് 5 ലക്ഷം രൂപയിൽ 1,80,000 രൂപ അവരിൽ നിന്ന് പിടിച്ചെടുത്തു. പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പം അത്രയും 15 കിലോഗ്രാം സ്വർണം അത് ഉരുക്കി മാറ്റി എടുക്കാനായിട്ട് വേറെ കൊടുത്തു എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. കൊടുത്തയാൾ, അത് വാങ്ങിച്ച ആളെ പറ്റി അയാൾ ഒളിവിപ്പോയി. അതുകൊണ്ടാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. അത് കള്ളമാകാനുള്ള സാധ്യതയാണ് വളരെ എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാളും മോഷണവും ലഹരി മരുന്നും വിറ്റ് നടന്നിട്ട് കാര്യമായ പണം ഉണ്ടാക്കാൻ പറ്റില്ല. പോലീസിന്റെ കുറെ ഇടി കൊണ്ടാലും വേണ്ടില്ല. അവര് 15 കിലോഗ്രാം സ്വർണമാണ് അടിച്ചു മാറ്റിയത്. എത്ര ലക്ഷം രൂപ വരുന്നു എന്ന് കണക്കാക്കിക്കോണം. അതിനി അവർ കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. വേറൊരാളുടെ തലയിൽ വെച്ച് അവർ ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അവർ ഉപയോഗിച്ച 2 ബൈക്കുകളും അതേസമയത്ത് അകത്ത് 3 പേര് കയറിയപ്പം 2 ബൈക്ക് ഓടിക്കാനായിട്ട് തീർച്ചയായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 2 പേര് നിൽക്കണം. ജയിലിൽ കിടന്ന 4 പേരും ഒരാളും കൂടെ വാടകയ്ക്ക് എടുത്തിട്ടാണ് അവരിത് ചെയ്തത്. ഹെൽമെറ്റ് ധരിച്ച് 5 പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. എങ്കിലും പോലീസ് അത് കണ്ടെത്തി 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അവരുടെ ടെക്നിക്കുകൾ അവർ സാധാരണഗതിയിൽ ഇങ്ങനെ വന്ന് മോഷണം നടത്തുമ്പോൾ മെയിൻ റോഡിൽ കൂടെയൊക്കെയാണ് പോയി ശേഷം, പക്ഷേ തുടക്കം മുതലേ സൈഡ് റോഡിൽ കൂടെ പോയി ചെറിയ ചെറിയ റോഡുകളിൽ കൂടിയാണ് പോയത്. അങ്ങനെ പോയി 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അപ്രത്യക്ഷമായതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. ഏതായാലും ഹൈവേ ഒന്നും അവർ ഉപയോഗിച്ചില്ല. സാധാരണ വലിയ കള്ളന്മാർ കാറിലൊക്കെ വന്ന് ഹൈവേ കൂടെ തന്നെയാണ് കുറേ പോയ ശേഷമാണ് മാറുന്നത്. ഇവർ കുറച്ചുകൂടെ ആലോചനയിൽ അവർ പോലീസിനെ പറ്റിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഇടവഴി കൂടെ പോയി അവിടെ സാധാരണഗതിയിൽ
CCTV ദൃശ്യങ്ങൾ കുറവായിരിക്കും. എങ്കിലും അവരെ ഏകദേശം ഒരു മാസം എടുത്തെങ്കിലും അവരെ പ്രതികളെ കണ്ടെത്തി ഇവരെ ജയിലിൽ ചാടിയ ശേഷം ഒന്നായി അവർ ഗ്രൂപ്പായിട്ട് വന്നു എന്ന് പോലീസ് കണ്ടെത്തി. ജബൽപൂർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് സ്വർണം ഒന്നും ലഭിച്ചില്ല, 1 ഗ്രാമം പോലും ലഭിച്ചില്ല എന്നാണ് വാർത്ത വരുന്നത്. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണോ അതോ ഇവർ പറഞ്ഞ കഥ പോലീസ് വിശ്വസിച്ച് നിൽക്കുകയാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും പൊതുവെ ആ 5 ലക്ഷം രൂപയിൽ നിന്ന് അവർ ചെലവാക്കിയ പൈസ ഒഴിച്ച് ബാക്കി 1,83,000 രൂപ കിട്ടിയത് ഭാഗ്യമായി. ഇൻസാഫിന് ഈ പണം കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ സ്വർണം ലഭിക്കുമോ ഇല്ലയോ എന്ന് സംശയം തന്നെയാണ്. അവർക്ക് മിക്കവാറും എല്ലാ ബാങ്കുകളും അതൊക്കെ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആ പണം ലഭിക്കാൻ സാധിക്കും. ഈ സ്വർണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്.